ഹായ്, നിങ്ങൾ എവിടെ നിന്നാണ് പറഞ്ഞത്? വെറുതെ പറഞ്ഞിട്ട് ഒരു ചെറിയ ഇൻ്റർവ്യൂ. എവിടെ നിന്നാണ് പറഞ്ഞത്? ആറ്റിങ്ങിൽ എങ്ങനെ എത്തി ഇവിടെ? ഇവിടെ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ? മൂന്നാറിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. വെരി ഗുഡ്. എങ്ങനെ എത്തിയത്? KSRTC അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിട്ടുണ്ട്. വെഞ്ഞാറമൂടിലെ KSRTC സ്റ്റാഫുകളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ കൈ കാണിച്ച് എവിടെ കൊണ്ട് നിർത്തുമായിരുന്നു? നിർത്തുന്നുണ്ടല്ലേ? വ്യത്യസ്തമായ ഒരു അനുഭവമാണ് KSRTCയുടെ ഉള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുമെന്നുള്ളതാണ് നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, നോക്കട്ടെ. ഇത് അടുത്ത ആൾ ഫോൺ വിളിച്ചുകൊണ്ട് വരണേ, കിട്ടണം, തിരക്കാണെന്ന് തോന്നുന്നു. എവിടെ നിന്നാണ് വരണേ? എൻ്റെ സ്ഥലം എവിടെ? നെട്ടയെന്ന് പറഞ്ഞ എവിടെ? കാട്ടുശ്ശേരി. ഏത് ജില്ലയിൽ വരണതാ? ഇപ്പം നീ എവിടെയാണ് ഉള്ളതെന്നറിയോ? ഇപ്പം എവിടെയുള്ളത്? മൂന്നാറിൽ എവിടെയാ? കുടുംബത്തോടല്ലേ വന്ന്? ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഈ മൂന്നാറിൽ എങ്ങനെ എത്തി നിങ്ങൾ? കാട്ടുശ്ശേരി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ അവസാന ഭാഗം അല്ലേ? എങ്ങനെ വന്നേ? KSRTC ബസ്സിൽ വന്ന് എവിടെ ഇറങ്ങി? ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽ കൂടെയാണ് വന്നത് അല്ലേ? അങ്ങനെയാണോ വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങളെങ്ങനെ വന്നത്? അങ്ങനെ തന്നെയല്ലേ വന്നത്? എങ്ങനെയുണ്ട് യാത്ര? വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി തന്നെയാണ്. വീഡിയോ പുലി നിന്തടെ കൊമ്പ് വളർന്നിരിക്കണേ മുകളിലോട്ട്. ശരി. അടുത്ത ആളുകളിലേക്ക് എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്നാ പറഞ്ഞത്? അടിപൊളി. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അടുത്ത ആളിലേക്ക് പോവാണ്. ഹായ്. യൂസുഫ സൈറത്തിരിക്കുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നാൽ നിങ്ങൾ അവരാലും കൊണ്ടുവന്നാ? അപ്പോൾ നിങ്ങൾ പറയൂല, മറയൂരിൽ നിന്ന് വന്നാണ് അവർ. ഇവർ മറയൂരിൽ നിന്ന് വന്നത്, ഇവർ ആലക്കോട് നിന്ന് വന്നതാണ്. ആലക്കോട് നിന്ന് വന്നതാണ്. എങ്ങനെ എത്തിയ? KSRTCയിലാണോ വന്നിരിക്കുന്നത്? ഓക്കെ, ഫൈൻ. എങ്ങനെ ഇരുന്ന ട്രിപ്പ് യാത്ര? ഇല്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവരാണ്. ഒന്ന് നമസ്കാരം, ഒരു സെക്കൻഡ്. ഇതൊരു ചെറിയ ഇന്റർവ്യൂ ആണ്. നിങ്ങളെങ്ങനെ KSRTCയിലെ സ്റ്റാഫാണോ? ഓക്കെ, ഇവരെയൊക്കെ കൊണ്ടുവന്നത് നിങ്ങളാണോ? ഇവരെ ഇവരൊക്കെ മൂന്നാർ ഉല്ലാസയാത്രയിലുള്ളതാണല്ലേ? അവർ ചുമയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ കൊണ്ടുവന്ന് ചുമ പിടിപ്പിച്ചെന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല, ലക്കം വാട്ടർഫാളിലാണ് കുളിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നില്ല കുളി? അടിപൊളിയായിരുന്നു. ജീവിതത്തിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഇതേപോലെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യത്തെ അനുഭവം. ഇനിയിപ്പോൾ ഇതൊക്കെ ചെന്നിട്ട് അവിടെ ചെന്ന് സ്കൂളിലൊക്കെ തുറക്കുമ്പോൾ പറയില്ലേ ഒരു പുതിയ അനുഭവം? തീർച്ചയായിട്ടും പറയും. സൈക്കിൾ മേടിച്ചാണോ? ഇതാണ് കൊച്ചുമോനിക്കോ? ശരി. അവിടെയെങ്കിലും സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് മൂന്നാറിലേക്ക് സൈക്കിൾ വാങ്ങിക്കാൻ ആലങ്കോട്ട് വന്ന പാർട്ടിയാണിത്. ഇത് കാണാം. എങ്ങനെയാണ് വന്നത് നിങ്ങൾ? KSRTC ബസ്സിലായിരിക്കും അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിച്ചു പൊളിച്ചു. KSRTC ബസ് അടിച്ചു പൊളിച്ചാൽ എന്ത് പറ്റുമെന്നറിയാം? ക്രിമിനൽ കുറ്റമാവും. സർക്കാർ കേസെടുക്കും അല്ലേ? ബസ്സൊക്കെ അടിച്ചു പൊളിച്ചാൽ? ഇല്ല, അങ്ങനെയില്ലേ? ബസ് അടിച്ചു പൊളിച്ചാൽ അവർ അടിച്ചു പൊളിച്ചെന്നാ പറഞ്ഞത്. അടിച്ച പൊളിപ്പുണ്ട്, എൻജോയ് ചെയ്താണ്. എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്? ഒരു ചെറിയ ഇൻ്റർവ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. എവിടെയുള്ളത്? ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിങ്ങൾ എങ്ങനെ എത്തിയതാണ്? മൂന്നാറിലെ നടന്നു വന്നാണ്. കയറിപ്പോട്ടെ. അപ്പം നടന്നണക്ക് തന്നെ വന്ന വഴി തെറ്റാതെ പോണേ. വഴി തെറ്റല്ലേ ചേട്ടാ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെ KSRTC യാത്ര? പോട്ടെ. ഒറ്റ ലൈവിലായിരിക്കണം. അടിച്ചുപൊളിയായിരുന്നല്ലേ? ബസ്സാണോ അടിച്ചു പൊളിച്ചല്ലേ? യാത്രയായിരുന്നു. എവിടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്? ബസ്സിനകത്തല്ലേ? സ്ലീപ്പറിൽ? അതും ജീവിതത്തിലെ അനുഭവമല്ലേ? തറയിലാണോ കിടന്നത്? കട്ടിലുണ്ടായിരുന്നോ? ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നോ? ഓക്കെ, ശരി തന്നെയായിരുന്നല്ലേ? അപ്പോൾ പോട്ടെ. ഇനി അടുത്തുള്ളതുണ്ട്. ഒരാൾ നിൽക്കില്ല, മാറി. ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണോ? മാറി അല്ല, ഇത് നിങ്ങൾ ഷൊർണൂരിൽ നിന്ന് വന്നാ? എവിടെ നിന്ന്? ഷൊർണൂരിൽ നിന്ന് വന്നാണ്. ഓക്കെ. നിങ്ങൾ ട്രാവലറിൽ വന്നല്ലേ? ഇന്ന് തിരിച്ചാണല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇതൊരാൾ ട്രിവാൻഡ്രം. കാഴ്ചയിൽ തന്നെ അറിയാം ഇത് തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? വെള്ളത്തിലാകണ്ട വീണെന്നല്ല പറഞ്ഞിട്ട് ആരോ തള്ളി? വീണില്ല, ചാടിയാണല്ലേ? കുഴപ്പമില്ല. മക്കളെ, നിങ്ങൾ എവിടെ നിന്ന് വന്നാടോ? കൊച്ചിയിലാ? തൃശ്ശൂരാണോ? കൊച്ചിയിലാണോ? എവിടെയാണ്? തൃശ്ശൂർ. എവിടെയാ സ്ഥലം? തൃശ്ശൂർ ചെറുത്തുരുത്തിയിലാണ്. രാമന്തളിയിലാണല്ലേ? കലാമണ്ഡലം. കലാമണ്ഡലത്തിൻ്റെ നാട്ടിൽ നിന്നാണോ? ഞങ്ങളൊരു KSRTCക്കാർ വന്നത് കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെങ്ങനെ വന്ന? വന്ന എങ്ങനെ? വാഹനം മീഡിയ എങ്ങനെയായിരുന്നു? ടെമ്പോ ട്രാവലർ. ഒരു ദിവസത്തെ പരിപാടിയാണോ? അതേ ഉണ്ടോ? എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ച് കറങ്ങിയിട്ടോ? വാട്ടർഫാൾ അങ്ങനെ കണ്ടോ? ഇല്ല, ലക്കം വാട്ടർഫാൾ എന്ന് പറഞ്ഞൊരു സ്ഥലം. പക്ഷേ അത് കാന്തല്ലൂർ പോകണം. അത് കുറച്ച് ദൂരമാണ്. ഓക്കെ, നടക്കട്ടെ. ഇനിയുണ്ട്, ഞങ്ങൾ നോക്കിക്കോട്ടെ. എങ്ങനെയുണ്ട് യാത്ര? നിങ്ങൾ കൊള്ളായിരുന്നു അല്ലേ? യാത്ര സൂപ്പറായിരുന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം സൂപ്പറായിരുന്നല്ലേ? ഷോപ്പിംഗ് ഒക്കെ നടത്തുകയാണ്. ഇനി പോവാല്ലേ? പൊക്കൂടെ? ഇതും KSRTC സ്റ്റാഫാണല്ലോ.
അല്ല KSRTC നിങ്ങളെ സ്റ്റാഫുകളെയും കൊണ്ട് വന്നതല്ലേ, അല്ല യാത്രക്കാരെയും കൊണ്ട് വന്നതല്ലേ? എങ്ങനെയുണ്ട് യാത്രക്കാർ നിങ്ങളുടെ അടുത്തുള്ള ഒരു സഹകരണം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് കംഫർട്ടായിരുന്നോ? പോകുന്നിടത്തെല്ലാം നിർത്തണമെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇല്ല നിങ്ങളുടെ അവിടെ കംഫർട്ടായിരുന്നു അല്ലേ? വളരെ നന്നായിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ഓക്കെ. വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഇവർ ഈ നാട്ടുകാർ ഫസ്റ്റ് ട്രിപ്പായിരുന്നു തോന്നുന്നു അല്ലേ? അതൊരു വ്യത്യസ്തമായ ട്രിപ്പായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ? വളരെ ഉപകാരം. താങ്ക് യു. അപ്പോൾ KSRTC വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ആറ്റിങ്ങൽ, ആലങ്കോട്, കടുവപ്പള്ളി, ചാത്തമ്പറ, കല്ലമ്പലം, പള്ളിക്കൽ നിന്നുള്ള ഒരു ട്രിപ്പാണ് വന്നത്. കറങ്ങി തിരിഞ്ഞു മൂന്നാർ, കാന്തല്ലൂർ, മറയൂർ, ശർക്കരയെല്ലാം വാങ്ങി ഇവരെയൊക്കെ നയിച്ച ഒരു കോർഡിനേറ്ററാണ് KSRTCയുടെ. ഇവരൊക്കെ KSRTCയുടെ കേട്ട് എങ്ങനെയാണ് നിങ്ങൾ KSRTCയെ കുറിച്ച് കേട്ടത്? ഫ്രണ്ട് പറഞ്ഞു. ബഡ്ജറ്റ് അതിപ്പോൾ കംഫർട്ടാണോ? നിങ്ങൾക്ക് വരാൻ പറ്റിയതാണോ? സുരക്ഷിതമാണോ യാത്രയിൽ? തീർച്ചയായിട്ടും സുരക്ഷിതമാണ്. വളരെ സന്തോഷം. അടുത്ത ആളിലേക്ക് പോകണം, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ബാക്കിയുള്ള ഒരു നെഗറ്റീവ് റോളോ എല്ലാം ഉണ്ടാകുന്ന നോക്കാനാണ്. കാറ്റ്കേഴ്സിൻ്റെ ഗാർഡൻ എൻട്രൻസ് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുന്നതാണ്. നടന്നു വരണതാണ്. ഇതെല്ലാം ഇവരിലുള്ളതാണ് KSRTC വന്ന യാത്ര. മൂന്നാറിൽ മാട്ടുപ്പെട്ടി റോഡ്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം നടന്നും തളർന്നൊക്കെയായിട്ട്. അപ്പോൾ ഇതാണ് ഉല്ലാസയാത്രയുടെ ബസ് KSRTC സൂപ്പർ ഡീലക്സ് എയർ ബസ്. അടുത്തത് ബസ്സിലോട്ട് കയറണം. എന്നിട്ട് ബസ് കയറി അവർ വീട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് പോകണ്ടേ? പോട്ടെ, ബസ്സിലേക്ക് കയറി തുറന്നാൽ നോക്ക്.